ഹലോ, അസ്സലാമു അലൈക്കും. അസ്സാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു വീഡിയോ കൊണ്ടാണ് കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എവിടെയാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എല്ലാം വിശദമായിട്ട് പറയാം കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്. ഇക്കോ ഡ്യൂട്ടിക്കും പോയിട്ടുണ്ട്, അനിയനും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ എണീക്കാൻ നേരം വൈകിട്ടോ. നേരം വൈകിയതല്ല, ഞാൻ രാവിലെ ഇപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടാട്ടോ ഇപ്പോൾ എണീക്കലൊക്കെ. കാരണം എനിക്ക് കാലിന് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ലാസ്റ്റ് വേറെ ഒരു എല്ലിൻ്റെയും ഞരമ്പിൻ്റെ ഒക്കെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് വന്ന് നമ്മൾ ദാറുഷീലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് പറഞ്ഞത് അതായത് നമ്മുടെ ബ്ലഡിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കാലിൻ്റെ അവിടെ നല്ല വേദന ആണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് നല്ല റെസ്റ്റ് എടുത്താലേ മാറുള്ളൂ, അല്ലാതെ ഇത് മാറില്ല. കാരണം റെസ്റ്റാണ് ഇതിൻ്റെ മെയിൻ എന്നാട്ടോ അവർ പറഞ്ഞത്. പിന്നെ ഞാൻ രാവിലെയൊക്കെ എണീക്കാൻ കുറച്ച് വൈകുട്ടോ. കാരണം രാവിലെ തന്നെ എണീറ്റ് അടുക്കളയിൽ പോയി ഇങ്ങനെ കൂടുതൽ നേരം നിൽക്കണോണ്ടൊക്കെയാണ് ഇങ്ങനെ വന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നല്ലതായിട്ട് റെസ്റ്റ് എടുക്കാനും നന്നായിട്ട് മരുന്നൊക്കെ കുടിച്ച് വെയിലൊക്കെ കൊള്ളാനാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ നമുക്ക് കാൽസ്യത്തിൻ്റെ ഒക്കെ ടാബ്ലറ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കുടിച്ച് ഒരു മാസത്തോളം കുടിച്ചിട്ട് റിസൾട്ട് നമുക്ക് പിന്നെ നോക്കാമെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ എങ്ങനെ വരുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പിന്നെ മുഖം ഒന്ന് വാഷ് ചെയ്യും കേട്ടോ. നമ്മൾ ഫേസ് വാഷ് വെച്ച് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയ്ക്കൊക്കെ കയറാറുള്ളൂ. ഏതായാലും നേരം വഴുകി. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാന്ന് കരുതിങ്ങാണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇക്കയും അനിയനൊക്കെയാണ് കേട്ടോ കിച്ചണിൽ കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചൺ ഒരു അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. ഒരു രണ്ടാളും ഞാൻ കയറുമ്പത്തിന് പറയും കയറണ്ട, ഇനി കൂടുതൽ നേരം നിന്നുങ്ങാണ്ട് പണിയെടുക്കണ്ട എന്നൊക്കെ ഇരുന്നത്. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആക്കിങ്ങാണ്ട് അവരെ സ്കൂൾക്ക് പറഞ്ഞേക്കാറ് കേട്ടോ ഞാൻ സാധാരണ ചെയ്യൽ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുക്കളയിലേക്ക് പോവാട്ടോ. അടുക്കളയ്ക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കണമെന്ന് ഞങ്ങൾക്ക് വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കുറേ ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു, എന്താ വീഡിയോ കാണാത്തത്, പെരുന്നാൾ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. കണ്ടല്ലോ എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ കോലാണിത്. കുറേ ദിവസമായിട്ടോ സാധാ ചോറൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ. അപ്പോൾ അധികം പുറത്തുനിന്ന് മേടിച്ച് കൊണ്ടലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടാക്കും, കുബൂസ് മേടിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അടുക്കളയ്ക്ക് കയറിയതുകൊണ്ട് തന്നെ എൻ്റെ ഗ്യാസിൻ്റെ അവിടെ എണ്ണയും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ അങ്ങനെയൊക്കെ കാണുന്നത് എന്തോ മാരിക്കാണ്. ഞാനെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യലെങ്കിലും പക്ഷേ ഞാൻ ഇപ്പം അങ്ങനെ നോക്കാറുണ്ടായില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ കൂടുതൽ നേരം ഇങ്ങനെ നിന്ന് പണിയെടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഓരോ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി ഞാൻ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ച് ചോറ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ തന്നെ അത് കുറച്ച് നേരം ഒന്ന് കുതിർത്താൻ വെച്ചതാണ്. നന്നായി കുതിർന്ന ശേഷമാണ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തങ്ങാണ്ട് ഉപയോഗിക്കൽ കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ പിന്നെ ഇന്ന് ഏതായാലും നേരം വൈകിയല്ലോ, അപ്പോൾ ഈ കുക്കറിന് ഉണ്ടാകും ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി അവിടെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യണം. നമ്മൾ മട്ട റൈസിലൊക്കെ കളറടിച്ച് വരുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ കിട്ടുന്ന അരിയല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കുറുവ കേട്ടോ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ മട്ട റൈസ് ഉപയോഗിക്കൽ തുടങ്ങിയത്. കാരണം ഡോക്ടർമാരൊക്കെ പറയുന്നത് ഇത് കഴിക്കാനാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ റെഡില്ല മട്ട റൈസാണ് കഴിക്കേണ്ടത്. പക്ഷെ അത് നമ്മളെക്കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയൂല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ അരിയൊക്കെ നല്ലോണം വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വെച്ചിങ്ങാണ്ട് നമുക്ക് നമ്മളെ അടുപ്പിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതിന്നാണ് കേട്ടോ വെള്ളം എടുക്കൽ. കുടിക്കാനുള്ള വെള്ളം നമ്മൾ മേടിക്കലാണ്. അതെല്ലാ വ്യാഴാഴ്ചകളിലും നമുക്ക് ഇവിടെ ആൾ വരും കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാനക്ക് എന്ത് ചെയ്യും, വെള്ളം നിറച്ച് വെക്കും. അപ്പോൾ അത് ആ വെള്ളം ഞാൻ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോൾ ഫിൽറ്റർ ചെയ്തിട്ടാണ് വെള്ളം ഉപയോഗിക്കുന്നത്. നമുക്ക് നല്ല ഫ്രഷ് വാട്ടർ നമ്മളെ ടാങ്കിൽ വന്ന് ചാടും. പിന്നെ നമ്മൾ നല്ലൊരു ഫിൽറ്ററും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെള്ളം നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ആ അരിയൊക്കെ ഞാൻ കഴുകി വാഷ് ചെയ്ത് വെള്ളമൊക്കെ എടുത്ത് ഞാൻ എന്ത് ചെയ്യാണ്, അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ. ആ 2 പോയിൻ്റ് കാണുന്നുണ്ടല്ലോ കുക്കറിൻ്റെ, ആ 2 പോയിൻ്റ് വരെയുള്ളൂ വെള്ളം നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറം വെള്ളം വെക്കരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളെ കുക്കർ ഒലിച്ച് പോകും. അപ്പോൾ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇത് അടുപ്പിൽ കൊണ്ടുപോയി വെക്കട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ പണിയൊക്കെ ഒരുങ്ങുന്നതാണ്. പക്ഷേ എന്തോ എനിക്കിങ്ങനെ രാവിലെ എണീക്കാനൊന്നും തോന്നാറില്ല. കടന്ന് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കടന്നു പോകുമല്ലോ.
പിന്നെ അതിൻ്റെ ഇടയിൽ സ്കൂൾ പൂട്ടിയിരിക്കുകയായിരുന്നു. പിന്നെ ഇക്കാക്ക് കമ്പനി ഉണ്ടായില്ല. അങ്ങനെയൊക്കെ കുറേ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇക്കാൻ്റെ സിസ്റ്ററും അവരൊക്കെ ഖത്തർത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. ഒന്നാമത്തെ കാരണം കൂടുതൽ നേരം നിന്നങ്ങാണ്ട് ജോലി ചെയ്താലും അതേപോലെ കൂടുതൽ നേരം നിന്നാലൊക്കെ കാല് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ ഡോക്ടർമാരൊന്നും ഒക്കെ വെക്കേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ കുറച്ച് വൈകി ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടില്ല നന്നായിട്ട് റെസ്റ്റ് എടുക്കാതെ അത് മാറൂല എന്നാട്ടോ. പിന്നെ ഞാനിപ്പോൾ ഈ സ്റ്റീവിയ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാനൊരു പാക്കറ്റ് ഒരു പകുതി ആണ് ഉപയോഗിക്കൽ. ബാക്കി പകുതി ഞാൻ പിറ്റേന്നാണ് ഉപയോഗിക്കാറ്. കാരണം ഈ സ്റ്റീവിയ പറഞ്ഞാൽ നല്ല അടിപൊളി സംഭവമാണ്. ഈ പഞ്ചസാരക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് ഒരു പാക്കറ്റിന് കൂടുതൽ ഉപയോഗിക്കരുത് എന്നുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. കൂടുതൽ ഉപയോഗിക്കാനും പറ്റില്ല. എന്നാൽ ഒരു പാക്കറ്റ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ചായ കുടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഒരു പാക്കറ്റ് നമുക്ക് ഒരു ഡെയിലി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു പാക്കറ്റിനെ ഫുള്ളായിട്ട് ഉപയോഗിക്കലില്ല കേട്ടോ. ഞാൻ കുറച്ച് ഉപയോഗിച്ച് നാളേക്ക് ഞാനൊരു രാവിലെ ചായ കുടിക്കാറുണ്ടായില്ല. എനിക്കിഷ്ടമുണ്ടായില്ല ചായ. ഇപ്പോൾ രാവിലെ ഞാൻ ചായ കുടിക്കുന്നത് നിർബന്ധമാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. കാരണം 3 നേരം മരുന്നുണ്ട്. അത് നല്ല വിറ്റാമിനും കാൽസ്യത്തിനും എല്ലാത്തിനും ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ചായ കുടിച്ച് പിന്നെ ഷുഗറിൻ്റെ മരുന്നും പ്രത്യേകം എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അരി അവിടെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. അരി നന്നായി വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുക്കറിൻ്റെ അടപ്പ് അടച്ച് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ മുന്നായിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എവിടെയും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ടൊക്കെ പൊട്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ അരി നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കുക്കർ എന്ത് ചെയ്യുക, ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. പിന്നെ അപ്പോൾ ചോറ് വെക്കാനൊക്കെ എല്ലാവർക്കും അറിയും. പക്ഷെ ചിലവരിപ്പോഴും പറയുന്നതൊക്കെ പ്രഷർ കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ ശരിയാവലില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് നന്നായിട്ട് ശരിയാവും കേട്ടോ. അപ്പോൾ അതാ ചായ നല്ല ചൂടാണ്. അപ്പോൾ എനിക്ക് ഇത്ര ചൂട് കൊടുക്കുന്ന ചായ കുടിക്കണം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുമില്ല, കടിയൊന്നുമില്ല, രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ ഞാൻ റസ്ക്കാണ് കഴിക്കൽ. അപ്പോൾ അത് ഗോതമ്പിൻ്റെയും മധുരമില്ലാത്ത റസ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്ന് വെക്കലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മക്കളൊന്നും എണീച്ചിട്ടില്ല കേട്ടോ. ഞാൻ മക്കളെ വിളിക്കാനും പോയിട്ടില്ല. ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിളിക്കാനും പോയിട്ടില്ല. അപ്പം ഇനി എൻ്റെ ഒച്ചയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ വരും കേട്ടോ. ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് വരും. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ നീച്ചപ്പോൾ തന്നെ നേരം 11:45 കഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ അവരെപ്പോഴാണ് നീച്ച് വരിക എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അവർ നീച്ച് പോരും ചെയ്യും. പിന്നെ ഇങ്ങനത്തെ റസ്ക്കുകളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ. മധുരമുള്ളത്, മധുരമില്ലാത്തത്, പിന്നെ ഗോതമ്പിൻ്റെ അങ്ങനത്തെ നമുക്ക് എന്താണോ വേണ്ടത് അതോടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റസ്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. കടികളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് തന്നെയാണ്. മരുന്ന് കുടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാതെ മരുന്ന് കുടിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ കഴിച്ചങ്ങാണ്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം നമ്മൾ എത്തിക്കുന്നത് തള്ളി നിൽക്കുന്നത്. ഈ ചായയിൽ ഇങ്ങനെ റസ്ക് മുക്കി കഴിക്കുമ്പോൾ നമ്മൾ പഴയ കാലത്ത് മദ്രസക്ക് പോയതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരിക. രാവിലെ അമ്മ അങ്ങനെ ചായയും റസ്ക്കും തരും. പിന്നെയാണല്ലോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുക. അതൊക്കെ ഓർമ്മ വന്നിട്ടോ. അങ്ങനെ അവിടുന്ന് എണീറ്റു. ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്ന് നോക്കട്ടെ. കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ട് കൊണ്ടുവന്ന് വെച്ചത്. ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായില്ല. കാരണം എനിക്ക് വയ്യെങ്കിൽ പിന്നെ ഇവിടെ ആരും അങ്ങനെ പച്ചക്കറിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കൊന്നുമില്ല. അല്ല ചിക്കൻ കറിയോ മീൻ കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കുക എന്നല്ലാതെ അങ്ങനെ പച്ചക്കറി വെച്ചെങ്ങാണ്ടൊന്നും ഇവിടെ ആരും കറിയൊന്നും ഉണ്ടാക്കൂല കേട്ടോ. അപ്പോൾ പയറുണ്ടായിരുന്നു കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ ഞാൻ പയറെടുക്കാമെന്ന് വിചാരിച്ച്. പയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ പയറും പിന്നെ ഒരു കറി വെക്കാനൊന്നും നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ പഴം ഉണ്ടായിരുന്നു. നമ്മുടെ കറി വെക്കണ ഉപ്പേരിയൊക്കെ വെക്കണ പഴം ഉണ്ടല്ലോ, എന്താ പേര് അറിയാൻ എനിക്കറിയില്ല. അത് ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഫ്രിഡ്ജ് തുറന്നല്ല, ആവശ്യമുള്ളതൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച് മുളകും കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ചില ഡോക്ടർമാരൊന്നും എല്ലാ അസുഖത്തിനുള്ള ഡോക്ടർമാരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ചില അസുഖത്തിനൊന്നും ഡോക്ടേഴ്സ് തന്നെ ഇവിടെ നമുക്ക് ചിലപ്പോൾ നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ഹോസ്പിറ്റലിൽ നമുക്ക് റെഫർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഹോസ്പിറ്റലിലൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇൻഷുറൻസ് കാർഡും ഒക്കെ ഉണ്ടായതുകൊണ്ട് അൽഹംദുലില്ലാ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കുറേ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റൽ കേസ് വന്നാൽ എന്താ ചെയ്യൽ എന്നുള്ളത്. അപ്പോൾ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാൻ കേട്ടോ ഞാൻ. പിന്നെ പ്രസവത്തിനൊക്കെ ഇവിടെ പാക്കേജാണ് എടുക്കാറ്, ഇൻഷുറൻസ് കാർഡ് ഇല്ലാത്തവർ കേട്ടോ. അപ്പോൾ പരിപ്പും തക്കാളിയും
പിന്നെ വല്യുള്ളിയും പച്ചമുളകും ഒക്കെപ്പാടെ ഒരു കുക്കറിൽ ഇട്ടുകൊണ്ട് വിസിലടുപ്പിക്കുകയാണ്, പഴമൊക്കെ പാടെ ചേർത്തിട്ടാ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറി കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചോറ് അവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിലടിച്ചാൽ മതി ചോറ്, എന്നാൽ തന്നെ നന്നായിട്ട് വെന്ത് കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും കേട്ടോ. കൂടുതൽ വിസിലടിക്കേണ്ടത് നമ്മൾ കുറുവ റൈസാണ് കേട്ടോ. മട്ട റൈസ് ഒറ്റ വിസിൽ മതി. അപ്പോൾ അത് ഒറ്റ കായേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതായത് നമ്മളെ പഴം. അപ്പോൾ അതും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കണമല്ലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. വേഗം പ്രഷർ കുക്കർ എടുക്കുക, അതിലേക്ക് എല്ലാ പച്ചക്കറിയും കട്ട് ചെയ്തിടുക, കുറച്ച് പുളിയും പറന്നങ്ങാണ്ട് എന്ത് ചെയ്യുക വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പരിപ്പും പച്ചക്കറിയൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒരു 2-3 വിസിലങ്ങ് അടുപ്പിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇടാനേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിൻ്റെ മുളകും പൊടി ഇട്ടാൽ. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത്, മുളക് കുറച്ച് എരിവ് കമ്മിയാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ മുളക് പൊടി ചേർത്തത് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ല നിറം ഉള്ള മഞ്ഞൾപ്പൊടി അല്ല കേട്ടോ, അത് ലൈറ്റ് നിറയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടുന്ന് വാങ്ങിയ മഞ്ഞൾപ്പൊടിയാണ്, അതാണ് തീരെ നിറമില്ലാത്തത്. പിന്നെ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് എന്ത് ചെയ്യാണ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുളി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് തന്നെ പുളി എടുക്കാൻ നോക്കണം. ഇവിടുന്ന് വാങ്ങണ എന്ത് സാധനം നന്നായി കഴുകിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇവിടുന്നൊക്കെ കയറ്റി അയക്കുന്ന സാധനങ്ങളല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എല്ലാ സാധനവും നന്നായിട്ട് കഴുകി മാത്രമേ ഉപയോഗിക്കലുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മളെ കറി കാണുന്നതെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും നല്ലൊരു കളറായിട്ട് നമുക്ക് തോന്നാത്തത്. ആ മഞ്ഞൾ തീരെ കളറില്ലാത്തൊരു മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇനി നാട്ടിൽ നിന്ന് ആരെയും വരുമ്പോൾ വേണം മഞ്ഞൾ കൊടുത്തേക്കാൻ പറയണം. അപ്പോൾ അതാ പ്രഷർ കുക്കറൊക്കെ എന്ത് ചെയ്യാണ് അടച്ച് വെക്കുകയാണ്. ഇനി അവിടെ കിടന്നിട്ടൊന്ന് ആവട്ടെ കേട്ടോ. കറണ്ട് ബില്ല് കൂടിയതിന് ശേഷം ഇക്ക ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചീത്തയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നീച്ച് പോരുമ്പോഴത്തേന് ലൈറ്റുകളൊക്കെ ഓഫാക്കിയിട്ടേ പോരുള്ളൂ. അപ്പോൾ ഞാൻ നീച്ചപ്പോഴത്തേന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുറേ മരുന്നുകളുണ്ട് കേട്ടോ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോണിൻ്റെ ചാർജർ മൊത്തം എൻ്റെ തലക്കിൻ്റെ ഭാഗത്താണ് കേട്ടോ. ആ ഷെൽഫ് കിടക്കുന്ന മരുന്നുകളൊക്കെ എൻ്റെതാണ്. ഓരോന്നില്ല മരുന്നുകളാണ് കേട്ടോ, അതിന് ഇതിനെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടാബ്ലറ്റ്. അതൊരു ദിവസം ഒന്നേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഒക്കെ, ഷുഗറിൻ്റെ ടാബ്ലറ്റ് എടുക്കണേ നാട്ടിലെ ടാബ്ലറ്റായിട്ട് എടുക്കുന്നത്. അത് ഒന്നായിട്ട് 4-5 മാസത്തിന് ഇങ്ങോട്ട് കൊണ്ടലാണ്. അപ്പോൾ ഈ ടാബ്ലറ്റാണ് ഒരു പ്രത്യേകമായിട്ട് നമ്മളോട് കുടിക്കാൻ പറഞ്ഞൊരു ടാബ്ലറ്റ് കേട്ടോ. അത് നമ്മൾ ഇൻഷുറൻസിൽ കവർ ആയിട്ടുമില്ല, അത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ കാണുന്നത് ഷുഗറിൻ്റെ ടാബ്ലറ്റാണ്. പിന്നെ ഷുഗർ, പിന്നെ എന്താ പറയുക, 2-3 വിറ്റാമിൻ ടാബ്ലറ്റ്, അങ്ങനെ 2-3 ടാബ്ലറ്റ് ഉണ്ട്. ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഞാൻ ഇതിൻ്റെ അടിയിലൊന്ന് നിർത്തി വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഡോക്ടർ പറഞ്ഞത് ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഡെയിലി എടുക്കണം, എനിക്ക് വലിയ ഡോസിൻ്റെതല്ല എന്നാലും എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ എങ്ങാനും കൂടിയതായി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഷുഗറിൻ്റെ ടാബ്ലറ്റ് എടുക്കണം നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഷുഗറിൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ടോ. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഈ കാര്യസംബന്ധമായിട്ടുള്ള ഓരോ അസുഖത്തിനുള്ള ടാബ്ലറ്റുകളാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. ഇതൊന്നും കൂടുതൽ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയൊന്നുമില്ല. ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ പോയി വന്നതിന് ശേഷം ഞാൻ കുടിക്കാറുണ്ട്. നാട്ടിൽ പോയി വന്നിട്ടും 2-3 പ്രാവശ്യം നമുക്ക് ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അത് കുടിക്കുക. പിന്നെ വെള്ളം എൻ്റെ തലക്കും ബാർ തന്നെ വെച്ചിട്ടുണ്ട്, കാരണം ഇപ്പോൾ വെള്ളം നിർബന്ധമാണല്ലോ. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം എനിക്കൊരു മുഖത്തൊരു എന്താ പറയുക, ഒരു ഉണർവില്ല. കാരണം ഈ കാലുവേദന മാറാതെ പിന്നെ എനിക്കൊരു ഉണർവ് ഉണ്ടാവുന്നില്ലത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര പുളിയാണ്, എനിക്ക് മരുന്ന് കുടിക്കണേ ദേഷ്യമുള്ള കാര്യമാണ്, ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ മരുന്ന് കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, റൂമത്തെ ലൈറ്റൊക്കെ ഓഫാക്കി തന്നെ പോവാം, അല്ലെങ്കിൽ ഒക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ചീത്ത കിട്ടും കേട്ടോ. അപ്പത്തിന് ഞാൻ വന്ന് നീച്ചിരുന്നപ്പോൾ ഉണ്ട് ഇവൻ ഇവിടെ നീച്ചിരുന്നാണ്ട് ഇരിക്കുന്നുണ്ട് സോഫമ്മേ. പല്ലൊക്കെ തേച്ച് വാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പയർ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നുറുക്കിയിട്ടൊന്നുമില്ല. ഇക്ക വരാൻ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കാലുവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ ആദ്യം ഇക്കാക്ക് വരുമ്പത്തിന് ഫുഡ് ടേബിളുമ്മക്ക് കാണണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലുവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ 5 മിനിറ്റ് ഒക്കെ വൈകിയാലും ഇപ്പോൾ ഒന്നും പറയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ പറയണ മാതിരിക്കല്ലല്ലോ ഡോക്ടർമാർ പറയുമ്പോൾ, ഡോക്ടർമാർ തീർത്ത് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത്, കാരണം കൂടുതൽ നിന്ന് പണിയെടുപ്പിക്കരുത് എന്നുള്ളത്. പിന്നെ ഇരുന്ന് പണിയെടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. എങ്ങനെയാണ് ഈ ഇരുന്ന് പണിയെടുക്കൽ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഇരുന്ന് ഒരു പണിയെടുക്കാൻ അറിയില്ല. ഇരുന്ന് പച്ചക്കറി നുറുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്കിങ്ങനെ
ഒറ്റ നൃത്തം നിന്നങ്ങാണ്ടില്ല പണിയെടുക്കൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അറിയുള്ളൂ. അല്ലാത്തൊരു പണിയെടുക്കൽ എനിക്കറിയില്ല കേട്ടോ. അപ്പം നല്ല ഫ്രഷ് പയറാണ് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല വാഷ് ചെയ്തെടുക്കുക. നമ്മൾ പച്ചക്കറി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പയർ കിട്ടും കേട്ടോ. അത് പയർ എന്നല്ല, എല്ലാ സാധനവും നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. നമ്മൾ ഡയറക്റ്റായിട്ട് പച്ചക്കറി കടയിൽ പോയിങ്ങാണ്ട് പർച്ചേസ് ചെയ്യല കേട്ടോ സാധാരണ ചെയ്യാറ്. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യുക, ചെറിയുള്ളി വേണം. അപ്പോൾ ചെറിയുള്ളി നല്ല ചെറിയുള്ളി ഇപ്പോൾ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളിയൊക്കെ എന്ത് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അധികം ചോറായിട്ടുണ്ട് കേട്ടോ. ചോറൊന്ന് ഊറ്റി വെക്കുക, കാരണം പ്രഷർ കുക്കറിൽ കൂടുതൽ നേരം അതായി കഴിഞ്ഞാൽ അത് അവിടെ കടന്നങ്ങാണ്ട് വേവ് വെക്കാറ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വിസിൽ പോയേക്കിനെ ചോറ് എന്ത് ചെയ്യണം, നന്നായിട്ട് എന്ത് ചെയ്യണം, ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ നമുക്കിത് കഴുകി ഇതിൻ്റെ ഒരു കൊഴുപ്പുണ്ടല്ലോ, ആ കൊഴുപ്പ് കളഞ്ഞെടുക്കണം. അപ്പം അങ്ങനെ തന്നെയാണ് കേട്ടോ ചോറ് നമ്മൾ വാർത്ത് വെക്കേണ്ടത്. അപ്പോൾ അതാ നന്നായിട്ട് തന്നെ അത് അതിൻ്റെ ഉള്ളിൽ ഒന്നും കട്ട പിടിക്കാതൊക്കെ നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. പിന്നെ ഓരോ അരിക്കും നമ്മൾ ഓരോ പ്രഷർ കുക്കറിൻ്റെ ഒരു അളവുണ്ട് കേട്ടോ. അതിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചോറ് വെക്കാൻ. നമ്മളെടുക്കുന്ന പ്രഷർ കുക്കർ ചെറുതും റൈസ് കൂടുതലും ആയിക്കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും കിട്ടൂല. അപ്പോൾ അതിന് നമ്മൾ ഇത് 5 കിലോത്തിൻ്റെ കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 1.5 അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ തോതിൽ തന്നെ നമ്മൾ ചോറ് വെച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് തന്നെ അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് ഇത് ഊറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ കടന്ന് എന്ത് ചെയ്തോളും, അതിലത്തെ വെള്ളം എല്ലാം പോയി അല്ല വെറുവെറുവനെ നമുക്ക് ആ റൈസ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ അരി നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിൽ എല്ലാ വിഷാംശങ്ങളൊക്കെ പോവുള്ളൂ. അപ്പോൾ അതാ ചെറിയുള്ളി ഞാൻ എടുത്തിരുന്നല്ലോ. അപ്പം ഇനി അതെന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയുള്ളി ഇട്ടുങ്ങാണ്ട് ഞാൻ അങ്ങനെ തൂമിച്ച് വെക്കലാണ് കേട്ടോ പയർ. ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചില ഭാഗത്തു കൂടി ആദ്യം പയർ വേവിച്ചിട്ട് പിന്നെ തൂമിക്കുന്ന ടീമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ തൂമിച്ചിങ്ങാണ്ട് പയർ അതിലിട്ടുണ്ട് ആവി കടന്ന് വെന്ത് കഴിഞ്ഞാലാണ് ഒന്നുകൂടെ ടേസ്റ്റ് എന്നാട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ നേരെ തിരിച്ചാട്ടോ ചെയ്യൽ. ആദ്യം ഇത് വേവിക്കും, എന്നിട്ട് അതിക്ക് പിന്നെ തൂമിച്ചൊഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറ്. പക്ഷേ നമ്മുടെ ഓരോ ആളുകളൊപ്പം ഇങ്ങനെ താമസിക്കും ഇതാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ട് നമ്മൾ കുറേ പഠിക്കുമല്ലോ. അങ്ങനെ ഞാൻ പഠിച്ചതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യണ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അവൾ പറയും നല്ല ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതിന് ശേഷം ഇപ്പം ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യൽ. അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഇതാണ് എളുപ്പ പണിയെന്നുള്ളത്, എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതാ ചെറുതുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് അതൊന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. പിന്നെ എനിക്ക് ചെറുള്ളി വലിയ ചെറുള്ളിൻ്റെ ഉള്ളികളുണ്ടല്ലോ അത് മേടിക്കണം കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊറുക്കി വാങ്ങും കേട്ടോ. പക്ഷേ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് 5 റിയാലിൻ്റെ ഒരു കെട്ടാക്കാരം വെച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും ഞാൻ ആ കെട്ടൊന്ന് ശരിക്കും നോക്കും കേട്ടോ, ഇത് വലുതാണോ ചെറുതാണോ എന്ന്. ചെറുത് തൊലിച്ചെടുക്കാൻ ഭയങ്കര പണിയാണ്. ഇത് വലുതാകുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, പണി കഴിയും കേട്ടോ. പിന്നെ ഉപ്പേരിക്കൊക്കെ ഞാൻ ചെറിയുള്ളി ഉപയോഗിക്കലേ ഉള്ളൂ. ഇതിൻ്റെ പുതിയ ചട്ടിയാണ് കേട്ടോ. ഞാനത് പുതിയ ചട്ടി വാങ്ങിയതാണ്. നമ്മുടെ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ, അതിൻ്റെ വേറൊരു മോഡൽ ചട്ടിയാണ് കേട്ടോ. പുതിയതാണ്, അവർ തന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മേടിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യൻ്റെ അല്ല കേട്ടോ, പാകിസ്ഥാൻ്റെ ചട്ടിയാണ്. എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അത് മേടിച്ചത്. അപ്പോൾ ഇന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. വലിയ റേറ്റൊന്നും ആയിട്ടില്ല കേട്ടോ. 20 റിയാലാണ്. ഹോൾസെയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. സീക്കോന്ന് ഹോൾസെയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതാ ഞാൻ പയറൊക്കെ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഇതേമാതിരിക്ക് ഇനി ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഉപ്പേരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുങ്ങാണ്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ആവി കടന്നിട്ടാട്ടോ പിന്നെ അത് വെന്ത് കിട്ടാറ്. അപ്പോഴത്തേക്കിന് ഇക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ ആവാൻ വേണ്ടിയിട്ടൊക്കെ. ഞാൻ ആക്കും പോലെയാണ് ചെയ്തെടുക്കണം. പിന്നെ ഇപ്പം കാലുവേദന ഇളകിക്കഴിഞ്ഞാൽ ഭയങ്കര വേദന കേട്ടോ. നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനക്കാരം കാലിൻ്റെ എനിക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം എനിക്കിങ്ങനെ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഞാൻ തന്നെ കുറച്ച് നേരം പോയി ഇരിക്കലാണ് കേട്ടോ പതിവ്. പിന്നെ ഡോക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നോക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ കാലുവേദന മാറി കിട്ടുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഒരു ഓർഡർ എടുക്കാനോ കാര്യങ്ങളോ ഒന്നും പറ്റുന്നില്ല. കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഓർഡർ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു കാലുവേദന ആയതുകൊണ്ടാണ് ഓർഡർ എടുക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതാ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇട്ട് വെച്ചങ്ങാണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഒന്ന് മൂടി വെച്ചങ്ങാണ്ട് നല്ലോണം ഒന്ന് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ആവട്ടെ, നമുക്കത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പുറത്തെ ഗ്യാസ് അടുപ്പിലേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ. അതവിടെ അപ്പോഴത്തേക്ക് നമ്മളെ കറി ഇതാക്കണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കൂടി മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി നല്ല മഞ്ഞ കളറ് വേണം. പിന്നെ തേങ്ങയും തൈരും ചെറിയുള്ളിയും ജീരകം ഇട്ടുങ്ങാണ്ട് മിക്സിയിലിട്ടുങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എന്ത് ചെയ്യാണ് ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കുക. നമുക്ക് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന കറിവേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ കറിയൊക്കെ ഉണ്ടാക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയ കറിയായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആക്കാം. നമ്മളിങ്ങനെ ആക്കം പോലെ സ്ലോലി കറികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കണ കറി നല്ല ടേസ്റ്റ് ആക്കാരം, അടിപൊളിയാക്കാം. ഇനി തേങ്ങ അരക്കണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് ആ തേങ്ങ നന്നായിട്ട് തന്നെ വെള്ളം ചേർക്കാതെ തൈരിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ തേങ്ങ വേണ്ട കേട്ടോ. ഒരു 3-4 സ്പൂണ് തേങ്ങയും കുറച്ച് തൈരും ആണ് ഞാൻ ഇതൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം തേങ്ങ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ വെളിച്ചെണ്ണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉണ്ടാക്കിയ ചിക്കനാണ് കറിയാണ് കേട്ടോ ഇന്നലത്തെ. അപ്പോൾ ബാക്കി വന്ന് ഞാൻ കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. രാവിലേക്കൊക്കെ എടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്, പക്ഷേ രാവിലെ എണീറ്റിട്ടില്ലല്ലോ. അപ്പോൾ അതാ ആ ചിക്കനാണ് കേട്ടോ ഇത്. ആ ചിക്കൻ എന്ത് ചെയ്യാണ് ഒന്നുകൂടെ റോസ്റ്റ് ആക്കിയാണ്ട് എടുക്കുകയാണ് മക്കൾക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. ഇക്കാക്ക് മുട്ട പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും അത് അവൾ നീച്ചിങ്ങാണ്ട് വരെ റൂമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അടിച്ചൊരു വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഓരോ ദിവസം ഓരോരുത്തരാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ ഇവളാണ് ചെയ്യണതെന്ന് മാത്രം. വലിയ മോള് കുളിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചിലപ്പോൾ ഇന്ന് നീച്ചേക്കുന്നതിന് കുളിയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കുളിച്ചേന്ന് പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ വിട്ടാലേ കുളിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓൽക്ക് തോന്നിയാൽ കേട്ടോ എല്ലാ പണിയെടുക്കും. പക്ഷെ ഓല റൂം ഓല് വൃത്തിയാക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ഓല റൂം അല്ലെങ്കിലും ഓല് ചെറിയതാകുമ്പോൾ തന്നെ ഞാനത് ശീലിപ്പിച്ചുകൊണ്ട് ഓല റൂമും കാര്യങ്ങളൊക്കെ ഓല തന്നെ വൃത്തിയാക്കി ഇടും. മറ്റേ കാർട്ടൂൺ കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ടി വിയിൽ. ഈ ഫോണ് കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പണിയാണത്. അത് അപ്പുറത്തെ റൂമിലായിരുന്നു കേട്ടോ ഈ ടി വി. ആ ടി വി ഇവിടെ കൊടുന്ന് ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം ഫോണുമ്മ കളി ഭയങ്കര കൂടുതലായപ്പോഴാണ് ഞാൻ ഈ പണി എടുത്തിട്ടോ. എനിക്കും കൂടി വയ്യാത്ത സമയമാകുമ്പോഴേ അതിങ്ങനെ പിന്നെ ഫോണുമ്മ കളി കൂടുതലാക്കാരം. അല്ലെങ്കിൽ എൻ്റെ കണ്ണു മുന്നിൽ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വല്ല ഫോണുമ്മ കളിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ടി വിയുടെ വെച്ചതുകൊണ്ട് തന്നെ ഓല അതിൽ അതാകുമ്പോൾ കുറച്ച് വിട്ടിരുന്നിട്ടല്ലേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഫോണിന് ഭയങ്കര റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ പപ്പടം പൊരിക്കുകയാണ്. കാരണം കൂടുതലൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ. അപ്പോൾ കുറച്ച് പപ്പടമൊക്കെ എന്ത് ചെയ്യാണ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ മോളൊക്കെ കുളി കഴിഞ്ഞിട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് മുട്ട മതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇക്കാക്കുള്ളൊരു 2 പിന്നെ ഓംലേറ്റാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഓംലേറ്റ് അടിച്ചപ്പോഴാണ് പറഞ്ഞത് ഇനിയും വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കൾക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഓംലേറ്റും കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സിംഗിളായിട്ട് ഇവിടെ അടിക്കാൻ പറ്റുള്ളൂ. ഒന്നായിട്ട് അടിച്ചെങ്ങാണ്ട് കട്ട് ചെയ്യുന്ന പരിപാടി ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു ഓരോരുത്തർക്കും എന്ത് ചെയ്യുക ഓംലേറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും പപ്പടം ഓരോന്നായി വരുന്നുണ്ട്. പിന്നെ പപ്പടം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളക്കും കേട്ടോ. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പപ്പടം ഉണ്ടല്ലോ ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം, പുറത്ത് വെക്കരുത് കേട്ടോ. ഇപ്പം നമ്മളെ ഓംപ്ലേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് വേറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിരിക്കണം സാധാ ചോറ് കഴിച്ചിട്ട്. അപ്പം ഭയങ്കര കൊതിയുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഫുഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ടീപ്പോയ്മ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവരൊന്ന് രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല, നേരെ ഒന്ന് ചോറാട്ടോ കഴിക്കണത്. അപ്പോൾ പയറുപ്പേരി മാങ്ങാച്ചാറ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യാതെ ചോറ് കേട്ടിട്ട്. അപ്പം ഞാൻ എല്ലാവർക്കും കുറച്ച് ചോറ് ഉപ്പേരി എന്ത് ചെയ്യാണ് ഇട്ട് കൊടുക്കുകയാണ്. അന്ന് അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്തോളൂ ശരിക്കും കഴിച്ചോളൂ. ഒരു പപ്പടം ചോറ് ഉപ്പേരി കറിയൊക്കെ ആയിട്ട് ചെറിയ പ്ലേറ്റിലാക്കിങ്ങാണ്ട് ബാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്നങ്ങാണ്ട് അങ്ങനെ കഴിക്കൂട്ടോ. കുറേ ചോറ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കൂല, ഒരു കുറച്ച് ചോറ് ഇട്ട് കൊടുത്താലേ കഴിക്കുള്ളൂ. അവർക്കെല്ലാം അങ്ങനെ ഓരോ സൈഡിൽ കൂടി കാണണം കേട്ടോ. അപ്പം ഉമ്മച്ചി വിളമ്പിക്കൊണ്ടാന്ന് പറഞ്ഞങ്ങാണ്ട് വന്നതാണ്. അപ്പം ഞാൻ അത് വിളമ്പിക്കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കുന്നിടത്തൊരു സമാധാനം ഉണ്ടാവും കേട്ടോ. ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂല.
സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ചോറ് കഴിച്ചിട്ട് നോമ്പിൻ്റെ മുന്നേ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങളിങ്ങനെ ചോറ് കഴിച്ചിട്ടുണ്ടാവുക കേട്ടോ. ഉപ്പേരിയും കറിയും അച്ചാറും പപ്പടമൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഇങ്ങനെ വയറ് നിറച്ച് ചോറ് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് നോമ്പിൻ്റെ മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാലിന് സുഖമില്ല. നോമ്പായപ്പോൾ കൂടുതലായി. പിന്നെ ചോറ് നോമ്പിന് പതിവില്ല കേട്ടോ. ചോറിന് പകരം വെക്കാനായിട്ട് വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല കേട്ടോ. കാരണം എനിക്ക് ചോറ് എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കഴിക്കുന്ന ചോറിൻ്റെ അളവ് ഞാൻ നന്നായിട്ടിപ്പോൾ കുറച്ചിട്ടുണ്ട് കേട്ടോ, ഷുഗറൊക്കെ കാരണം. അപ്പോഴത്തേക്കിനും അതാ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് മോള് എന്ത് ചെയ്യാണ്, ടീപ്പോയി വൃത്തിയാക്കി വെക്കാൻ. ടേബിൾ ഉണ്ടായാലും ഞങ്ങളെല്ലാവരും ഇതുമ്മേട്ട് ഇരിക്കുള്ളൂ. ഇതുമ്മേണ്ട് ഇരുന്നെങ്ങാണ്ട് വട്ടത്തിലിരുന്നാലേ എല്ലാവർക്കും സമാധാനമാവുള്ളൂ കേട്ടോ. ടേബിൾമ്മ പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അങ്ങനെ മൂത്തക്ക് നോക്കിക്കൊണ്ടൊക്കെ ഇങ്ങോട്ട് എടുക്കുകയെന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഗ്ലാസിൻ്റെ ടേബിളായതുകൊണ്ട് എന്തെങ്കിലും ചെറുങ്ങനെ എന്തെങ്കിലും പറ്റി പിടിച്ചാൽ തന്നെ അവിടെ അങ്ങനെ പറ്റി പിടിച്ച് നിൽക്കും. അപ്പോൾ എന്തെങ്കിലും പറ്റി പിടിച്ചതൊക്കെയാണ് ആ നേരത്തെ അങ്ങനെ ഒരതി കഴുകണ കണ്ടില്ലേ. അങ്ങനെ കഴുകിയൊക്കെ ഫുള്ള് വൃത്തിയാക്കിയിടും കേട്ടോ. പിന്നെ അവർക്ക് ഓരോ തോന്നലാണ്, അപ്പോഴൊക്കെ ചെയ്യുള്ളൂ. പിന്നെ ടേബിളുമ്മേ കുവർന്ന് വെച്ച് വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നിറക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ വെക്കുന്ന ഫ്ലവർ വൈസൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് പാത്രം ഞാൻ മോറിക്കോളാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഞാൻ ഉണ്ടാക്കിയ കറി വെച്ച കുക്കറും കാര്യങ്ങളൊക്കെ ഓൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ മോള് അലക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അപ്പോൾ 2-3 ദിവസം മുന്നേ മഴ കാരണം കൂടുതൽ അലക്കിയിട്ടുണ്ടായില്ല കേട്ടോ. മഴയത്ത് അലക്കിയ ഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തേണ്ടി വന്നു, അലക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ഡ്രസ്സ് അലക്കാതെ പെൻഡിങ് ആയിട്ടോ. അതുപോലെ യൂണിഫോമും കാര്യങ്ങളൊക്കെ പിന്നെ ഓൾ സ്കൂളിൽ വന്ന് അലക്കും. പിന്നെ ഈ റൂമിൽ കയറിങ്ങാണ്ട് ഓളെ പപ്പ വലിച്ചിട്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ കിടക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ എൻ്റെ റൂമിലാണ് അത് ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോഴാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് തന്നെ പോയിട്ടോ. കാരണം കുറേ നേരമായി കിച്ചണിൽ ഇങ്ങനെ ഓരോ പണിയൊക്കെ ആയിട്ട്. പിന്നെ പെട്ടെന്നായി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു 4 മണിയൊക്കെ ശേഷമാണ് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ പോയത്. പിന്നെ 4 മണിക്ക് മക്കൾക്ക് എന്തെങ്കിലും വേണോ ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു ഒന്നും വേണ്ട. ഞാൻ എന്തെങ്കിലുമൊക്കെ 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ. സാധാരണ എന്തെങ്കിലുമൊക്കെ രാഗിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇപ്പോൾ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിച്ചോളാന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ പിന്നെ ഞാനൊന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഇതൊന്നും ഇപ്പോൾ അവരെ കൊണ്ട് മോറാൻ കഴിയൂല. അതിപ്പോൾ ഇനി കഴുകിയാൽ തന്നെ വൃത്തിയാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും ഓൽക്ക് എന്ത് ചെയ്തിട്ടില്ല, കഴുകാൻ കൊടുത്തിട്ടില്ല. ഇത് വെയ്റ്റ്ലെസ് ആണ് കേട്ടോ. ചട്ടി വലിയൊരു വെയിറ്റൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല ചട്ടിയാണ്. ഇനി നമുക്ക് ഉപയോഗിക്കുമ്പോഴല്ലേ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, മോറി വൃത്തിയാക്കി എടുത്ത് വെക്കുകയാണ്. പിന്നെ ഒന്ന് പുറത്ത് പോകണം കേട്ടോ. മോനിന്ന് കളിയുണ്ട് വൈകിട്ട്. അപ്പോൾ ഓനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ കുറച്ച് പർച്ചേസിങ്ങും ഉണ്ടായിരുന്നു. കാരണം സാധനങ്ങളൊന്നും മേടിച്ചതില്ല, ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് ഒരു പർച്ചേസിങ് നടത്തിയിട്ടുമില്ല കേട്ടോ. കാരണം ഒന്നാമത് എനിക്ക് വയ്യാത്തതുകൊണ്ട് പുറത്തൊന്നും പോയിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ ഇക്കൊക്കെ വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇക്ക വേഗം ഡ്രസ്സൊക്കെ മാറ്റി. കാരണം ഇക്ക 6 മണിക്കാണ് വരിക. 6:05 ആവും കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന്. 6 മണി വരെ ഉള്ളൂ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് 6:15 6:30 ആകുമ്പോഴത്തേന് മോന് കളി തുടങ്ങും കേട്ടോ. അപ്പോഴത്തേക്കിനും ഓനെ അവിടെ ആക്കും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മാറ്റി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൊക്കേഷൻ ഒന്ന് തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഏരിയ കൂടിയൊക്കെ പോയിട്ടോ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉള്ളത്. അപ്പോൾ അവരിക്കാക്ക് വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ, എവിടെ എന്താണെന്നൊക്കെ ചോദിച്ച് വിളിക്കണുണ്ട്. അപ്പോൾ അതാ പിന്നെ നമ്മൾ നേരെ ഉള്ളോട്ടാട്ടോ പോയത്. ഇതുള്ള ഉള്ളേരിയാണ് കേട്ടോ. ഇവിടെ അധികം ഫാം അങ്ങനത്തെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ നമ്മളെ ഫാമുകളുണ്ടല്ലോ ആടിൻ്റെ, പശുവിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളാട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടിയാണ് ഇങ്ങനത്തെ കോട്ടുകളില്ലത് കേട്ടോ, പന്ത് കളിക്കണേ. അപ്പോൾ അവിടെ ഏതെങ്കിലുമൊക്കെ അവർക്ക് കിട്ടണ അനുസരിച്ചാണ് അവർ എടുക്കാറ്. സ്ഥിരമായിട്ട് ഒന്നിലുണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ വിടുമായിരിക്കും എവിടെ ഉള്ളത്. ഇത് നമ്മൾ ഏകദേശം നമ്മളെ വീടിൻ്റെ ഒക്കെ അടുത്താണ്. പക്ഷെ നമുക്ക് ലൊക്കേഷൻ വിട്ടത് റോങ് ആയിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഓൻ്റെ ഫ്രണ്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓനെ കണ്ടിട്ടാണ് ആ ഫ്രണ്ട് മണ്ടി വരുന്നുണ്ട്, കണ്ടല്ലോ. ഓനോട് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അതാ ഓന് ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പർച്ചേസിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും വന്നിട്ടില്ല, ഇവർ രണ്ടാളും മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇവർ രണ്ടാളും തന്നെ നല്ല കളിയിലാണ്. രണ്ടാളും 2nd സ്റ്റാൻഡേർഡിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ ഒരേ സ്കൂളുമാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ആയിട്ട് കണ്ട് നല്ല പരിചയമുണ്ട്.
അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികളെ വിടുന്നതുകൊണ്ട് തന്നെ ഓൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, അങ്ങനെ കളിക്കാൻ പോകണോണ്ടും ഇതാണ്. അപ്പോൾ ഓൻ തന്നെ ഓൻ്റെ ഇഷ്ടത്തിന് പോക്കാണ് ഇങ്ങനെയൊക്കെ. ഓൻ തന്നെ മാറ്റും കേട്ടോ, സമയമാകുമ്പോഴത്തേനൊക്കെ റെഡിയാക്കി ഓൻ വെക്കും. അപ്പോൾ ആ കുട്ടീൻ്റെ പപ്പയാണ് കേട്ടോ അത്. അപ്പോൾ ഓനും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, കളിക്കാനായിട്ട് അവർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അവർ ഓൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ അവിടെ അടുത്ത് തന്നെ കേട്ടോ ലുലു ഉള്ളത്, ലുലുവിലേക്ക് പോകുക കേട്ടോ. മോളൊന്ന് പർദ്ദമ്മൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല, ഇന്ന് പർദ്ദയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ഞാനും കരുതി ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ പർദ്ദ ഇട്ടിട്ട് വലിയൊരു രസമൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് ചിരിയും വരുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ടാട്ടോ പുറത്തൊക്കെ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ പുറത്ത് പോകണത്, ഇങ്ങനെ പള്ളിക്കൊക്കെ പർദ്ദ ഇടുക എന്നല്ലാതെ പുറത്ത് പോകണം ആദ്യമായിട്ടാട്ടോ പുറത്തൊക്കെ ഇട്ടിട്ട്. എനിക്ക് നന്നായിട്ട് ചിരിച്ചാൽ പിന്നെ അമ്മച്ചി എന്തിനാണ് ചിരിക്കണേന്ന് ചോദിച്ചു നോക്കും. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് കളിക്കാനൊരു ഇതുണ്ട് കേട്ടോ. അപ്പം മോള് പറഞ്ഞോന്ന് ഞാൻ ഇതൊക്കെ കളിക്കാൻ കയറട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നോക്കുമ്പോൾ ചെറിയ കുട്ടികളാട്ടോ കളിക്കണത്, ഓളെ പ്രായമുള്ള കുട്ടികളും ഉണ്ട്. പിന്നെ ഓള് പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടോ. കാരണം ഇന്ന് ഒരുപാട് പണികളോട് എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഓൾക്ക് എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണം. ഇന്ന് കണ്ടല്ലോ വീഡിയോയിൽ ക്ലീനാക്കുക, പാത്രം മൂറുക, അതൊക്കെ ഓൾ ചെയ്ത വീഡിയോ, ഓൾ ചെയ്ത പണികളല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുത്താൽ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒക്കെ ഇവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വല്ല ജോലിയൊക്കെ എടുപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇക്ക കയറുമ്പോൾ തന്നെ പറയുന്നുണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുത്തോളൂ, പിന്നെ വെറുതെ അതും ഇതും വാങ്ങിയൊക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യമില്ല, കാരണം ഇപ്പം എനിക്കിങ്ങനെ വെയ്യാത്തതുകൊണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് കാര്യമില്ല, ചിലപ്പോൾ കുക്ക് ചെയ്യൂല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കനും ബീഫൊക്കെ ഫ്രിഡ്ജിൽ ഏകദേശം ഉണ്ട്. പിന്നെ എന്നോട് ബീഫ് കാര്യങ്ങളൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബീഫ്, മട്ടന്, പിന്നെ ഈ ബ്രോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കരുത് എന്നല്ലോ, മത്തി, അയില അങ്ങനത്തെ മീനുകളൊക്കെ കഴിച്ചാൽ മതി എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് വലിയ ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ, കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, കാരണം സ്കൂൾക്ക് രാവിലെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കണമെങ്കിൽ ബിസ്ക്കറ്റോ നട്ട്സൊക്കെ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തേക്കലുണ്ട്. അത് അത്യാവശ്യം വലിയ ലുലു ആണ്. അപ്പോൾ ലുലു ഞങ്ങളെ വീടിൻ്റെ 4 സൈഡിലായിട്ട് ലുലു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓളും കുട്ടീനെ അവിടെ ആക്കിങ്ങാണ്ട് ഓലും വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മളെ വീട്ടിൽ കഴിഞ്ഞ സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്യണുള്ളൂ. അപ്പോൾ ഫയർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഫയർ എടുത്തു. പിന്നെ ടൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്നും മേടിച്ചില്ല. പിന്നെ കുട്ടികൾ ലേസ് വാങ്ങിയിട്ടിട്ടുണ്ട്, പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, അറിയാമല്ലോ. പിന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അപ്പോൾ ടിഷ്യൂ പേപ്പറിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, 10 റിയാലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വാങ്ങി. പിന്നെ 10, 20, 15 ഇറങ്ങാണ്ടപ്പോഴും ഓഫർ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സുകൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ പോയിട്ടോ. ഞാൻ പെരുന്നാൾക്ക് കാരണം ഡ്രസ്സ് 2 പർദ്ദ എടുത്തു എന്നല്ലാതെ ഞാനൊന്നും കാര്യമായിട്ടൊന്നും ഡ്രസ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ടുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ടോപ്പൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് വേഗം പോന്നു കേട്ടോ. പിന്നെ പാത്രത്തിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, 5, 10, 7 പറഞ്ഞങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒക്കെ എൻ്റെ അടുത്ത് ഇല്ലൊരു മോഡൽ പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ എന്ത് ചെയ്തില്ല, വാങ്ങിയില്ല. ഇത് നല്ല ഭംഗിയിട്ടാണ് കാണാൻ. പിന്നെ ഇങ്ങനത്തെ ബോളുകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ മേടിക്കാൻ നിന്നില്ല കേട്ടോ. നേരെ പിന്നെ അവിടുന്ന് പോന്നു. അവിടുന്ന് ആ സെക്ഷനിൽ നിന്ന് വേഗം പോന്നു കേട്ടോ. അവിടുന്ന് ചുറ്റിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വെക്കും. ഇതാ കണ്ടല്ലോ, നല്ല ഓഫർ എടുക്കണം കേട്ടോ. 30ൻ്റെ ചട്ടി, അതേമാതിരിക്ക് തന്നെ 20, 15 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒന്നും മേടിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ നേരെ നമ്മൾ മീനോ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, ഇങ്ങനെ മീൻ സെക്ഷനിലേക്കൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ പോയി നോക്കുമ്പോഴും എനിക്ക് പറ്റണ മീനുകളൊന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ അതും കൊടുത്തില്ല. പിന്നെ ഇത് ഷുഷിൻ്റെ സെക്ഷനാണ് കേട്ടോ, അത് അറിയണുണ്ടാവും ചിലർക്കൊക്കെ. ചിലർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിതിൻ്റെ മണം തന്നെ സഹിക്കാൻ കഴിയൂല. പിന്നെ ഞാൻ കുറച്ച് ലിവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ്റെ പാർട്സ്. അത് നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറയുന്നുണ്ട് ചിക്കൻ്റെ ലിവർ അങ്ങനത്തെ ഒക്കെ നല്ലോണം കഴിക്കണം, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബിരിയാണി ചെമ്പ് കണ്ടില്ലേ, അവിടെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ പപ്സും കാര്യങ്ങൾ, പിന്നെ കേക്ക്, ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ എൻ്റെ ഭയങ്കര ഫാനാട്ടോ. ഞാൻ ഷുഗർ കാരണം നിർത്തിയ സംഭവങ്ങളാണ് ഇതൊക്കെ. പക്ഷേ എന്നാലും ഞാൻ ഹണി കേക്ക് കണ്ടു കഴിഞ്ഞാൽ ഹണി കേക്കിൻ്റെ ഒരു ചെറിയ പീസിൻ്റെ ഇത് മേടിക്കാനുണ്ടോ, അതായത് ഒരു കട്ട് പീസ് കേട്ടോ, അത് എന്തായാലും ഞാൻ മേടിക്കലുണ്ട് കേട്ടോ. ഒരു പീസെങ്കിലും
അപ്പോൾ അതാ പിന്നെ ഫ്രൂട്ട്സൊക്കെ എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അതാ കിടക്കണ ചക്ക എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒരു പീസിന് 19 റിയാലൊക്കെയാണ്. എടുക്കാൻ അയച്ചില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റേറ്റും കൂടുതലാണ്. പിന്നെ അത് നമുക്ക് വാങ്ങിയിട്ട് അത് തികയുമില്ല കേട്ടോ. ചക്കൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ പ്രവാസം അറിയണം, എന്നാൽ മാത്രമേ ചക്കൻ്റെ വില അറിയുള്ളൂ. പിന്നെ മാംഗോൻ്റെ സീസണാണ് കേട്ടോ. ഇപ്പോൾ നല്ല ഓരോ രാജ്യത്തു നിന്ന് കയറ്റി അയക്കുന്ന മാങ്ങകളുണ്ട് ഇപ്പോൾ. നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും സാധനം വരുന്നില്ലേ. പിന്നെ ഞാൻ ഈ കുറച്ച് മാംഗോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് സൗദിൻ്റെയാണ് ഞാൻ എടുത്തത്. നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് പൊറുക്കിങ്ങാണ്ട് എടുത്തു. 5.95 അങ്ങനെ എന്തോ ആണ് റേറ്റ്. പിന്നെ ഞാൻ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ ഞാൻ കൂന് വാണിന്ന്, അതായത് നമ്മുടെ മഷ്റൂം കേട്ടോ. ഈ മഷ്റൂം നല്ലതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഷ്റൂം. അത് മസാല ആക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാനും കുട്ടികളെ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും എനിക്ക് കഴിക്കാനൊക്കെ ആയിട്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഷുഗറിൻ്റെ നമ്മളെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ട് കേട്ടോ, ഞാൻ നാട്ടിൽ കാണിക്കുന്ന. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷുഗറുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഓറഞ്ച്, മുസമ്പി എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഫുഡിൽ അത് ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ കണ്ടല്ലോ അത് ഫ്രഷ് ഈ ലീവ്സിൻ്റെ ഒക്കെ ഏരിയയാണ് കേട്ടോ. അങ്ങനെ അല്ലറ ചില്ലറ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് ഇക്ക പോവാന്നൊക്കെ പറഞ്ഞാൽ സ്വൈര്യം കെടുത്തി ഞങ്ങൾ ഏതായാലും പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ കുട്ടികളെ ഡ്രസ്സൊക്കെ ഇടുന്ന ബാസ്ക്കറ്റ് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ മോനെടുക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടോ. അപ്പോൾ അത് ആ കളി കൃതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കളി ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓനെ എടുത്ത് നേരെ ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. അനിയൻ അപ്പത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ഓനെ വിളിച്ചപ്പോൾ ഓൻ ഇല്ലയെന്നാണ് കേട്ടോ പറഞ്ഞത്. ഓന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓൻ പോന്നിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ഞാനിവിടെ കൊടുന്ന് വെച്ച് കാണുമ്പോൾ കുറേ സാധനങ്ങളുണ്ട് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൊടുന്ന് വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കേട്ടോ. ഫുഡൊക്കെ മേടിച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രോസ്റ്റഡ് മേടിച്ചിട്ട് പോന്നിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയൊക്കെ വേണം. പിന്നെ അവർ മിഠായി കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ വയറ് ഫുള്ളാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തേക്കും വേണം. നാളെ സ്കൂളും ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ ഇവിടെ എറഫിൻ്റെ ബ്രെഡാട്ടോ മാക്സിമം മേടിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ അതാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള ബ്രെഡ്. അപ്പോൾ അത് ബ്രെഡിൻ്റെ ബോക്സാണ്. അപ്പോൾ അതിക്ക് എന്ത് ചെയ്യാണ്, അത് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അടച്ചെടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങൾ അപ്പം തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേട് വരാതെ എടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഉണ്ട്, അതൊക്കെ കഴുകിയാണ് എടുത്തേക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പിൻ്റെ ഇലമൊന്നും ഇപ്പം നിൽക്കണില്ല. അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയുടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സവാള മേടിച്ചിട്ടുണ്ട്. സവാള ഇവിടെ കൊണ്ടുവന്ന് വെച്ചതുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് സവാളയും കൂടി മേടിക്കാണ്ട്. അങ്ങനെ കുറച്ച് ക്യാരറ്റ്, അത്യാവശ്യമുള്ള പച്ചക്കറി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു വെള്ളരിക്ക, കാരണം വിഷുവിന് വന്നതാണ് തോന്നുന്നുണ്ട് വെള്ളരി ഒരുപാടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെറിയുള്ളി. അപ്പം പിന്നെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കുറച്ച് പച്ചക്കറി ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്തെങ്കിലും കാണുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കണ്ടേ. അടിയത്തെ ബോക്സിലൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മഷ്റൂം എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ മഷ്റൂം എടുത്തിട്ടുണ്ടായിരുന്നു മസാല ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ചക്കറി ഞാൻ എന്ത് ചെയ്തു അവിടെ എടുത്ത് വെച്ചു. നമ്മളെ ബ്രെഡ് ഒരു ഭാഗത്തേക്ക് എന്ത് ചെയ്തു വെച്ചു. അങ്ങനെ നമ്മൾ കൊടുന്ന സാധനങ്ങൾ അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കറിവേപ്പിൻ്റെ ഇല ഉണ്ട്. അത് നാളെ കഴുകി വേണം കുപ്പിയിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അവിടെ കിടക്കട്ടെ. പിന്നെ ഞാൻ എടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ലിവർ, ചിക്കൻ്റെയും മീറ്റിൻ്റെയും എല്ലാത്തിൻ്റെ ലിവർ കഴിക്കണം നല്ലതാണെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കണം അത്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഞാനൊരു സൈഡിലേക്ക് എന്ത് ചെയ്തു, മാറ്റി വെച്ച്. പിന്നെ ഉള്ളി എനിക്ക് ഇടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മോനെ ഏൽപ്പിച്ച് കേട്ടോ ചെറിയുള്ളി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൻ ഓരോ ഉള്ളി ഇങ്ങനെ പൊറുക്കി അതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതിൽ വല്ല തൊലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൻ ഒഴിവാക്കും കേട്ടോ. പിന്നെ ഞാൻ മേടിക്കുന്ന ഒരു ഐറ്റമാണ് ഈ വറുത്ത അണ്ടിപ്പരിപ്പ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് എപ്പോഴും ഇവിടെ വാങ്ങി സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഓഫർ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് എടുക്കും കേട്ടോ. പിന്നെ മക്കൾക്ക് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ വേണ്ടി. ഞാൻ ഒന്നായിട്ട് ഓരോ പാക്കറ്റല്ല കേട്ടോ കൊടുത്തേക്ക്. ഒരു പാക്കറ്റ് പൊട്ടിച്ച് അത് കുറച്ച് ബിസ്ക്കറ്റും പിന്നെ നട്ട്സും കാര്യങ്ങളും ഒക്കെ പാടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ടിഫിൻ ബോക്സൊക്കെ ആക്കി കൊടുക്കൽ കേട്ടോ. പിന്നെ തന്തൂരി മസാല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് എപ്പോഴും മേടിക്കലുണ്ട് കേട്ടോ. തന്തൂരി മസാല നമ്മൾ എയർ ഫെയറിലൊക്കെ ഉണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അത് ഇന്ദുപ്പാണ്. അതാൽ
ഇന്ദുപ്പം അറിയാലോ എന്താണെന്നില്ല ഈ ഹിമാലയ സാൾട്ട്. അതാണ് ഞാൻ ലുലുവിൻ്റെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ള. ലുലുവിൻ്റെ ഉപ്പിന് ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ അത് അലുമിനിയം ഫോയിലാണ് കേട്ടോ, 3 പീസിന് 15 റിയാൽ. അപ്പം നല്ലൊരു ഓഫറായിരുന്നു. അപ്പോൾ അതും മേടിച്ച്. പിന്നെ കുറച്ച് നമ്മുടെ പരിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പരിപ്പ് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ നോമ്പാകുമ്പോൾ പിന്നെ ഇതിനൊന്നും വലിയൊരു ചിലവുണ്ടാവില്ല. പിന്നെ ഇക്കാരണം രസത്തിൻ്റെ ഒരു പൗഡർ എടുക്കാറുണ്ട്, രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രസ പൗഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറെ ഒരു പരിപ്പാണ് കേട്ടോ. 2 തരം പരിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആപ്പിളാട്ടോ വാങ്ങിയത്. കാരണം വെറുതെ ഞാൻ ഫ്രൂട്ട്സ് ഇവിടെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. അവർ കഴിക്കുന്ന ഫ്രൂട്ട്സ് മാത്രം വാങ്ങി വെച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ വാങ്ങി വെക്കും ചെയ്യും, അവരത് കഴിക്കൂല. അപ്പം ഞാനിവിടെ ആപ്പിൾ, ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യലുള്ളൂ, മേടിക്കലുള്ളൂ കേട്ടോ. അല്ലാതെ മേടിച്ചിട്ടും കാര്യമല്ല, അവർ കഴിക്കൂല. അപ്പം ഞാനങ്ങനെ കൂടുതൽ എന്ത് ചെയ്യലില്ല, ഒന്നും അങ്ങനെ മേടിച്ച് വെക്കലില്ല കേട്ടോ. അപ്പോൾ ഇനി പരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യട്ടെ, ഒന്ന് ബോട്ടിലാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ കരുതും മഞ്ഞ പരിപ്പല്ലേ, ഇതെന്താണ് യെല്ലോ എന്നില്ല. ഇത് വെന്ത് വരുന്ന സമയത്ത് മഞ്ഞായി മാറും കേട്ടോ. അത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ വാങ്ങി ഒരു ദിവസം ഉപയോഗിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ഏതാണോ ഓഫറുള്ളത് അത് തന്നെ കേട്ടോ വാങ്ങൽ. ചിലപ്പോൾ മഞ്ഞക്ക് ഓഫർ ഉണ്ടാവും, ചിലപ്പോൾ ഓറഞ്ചിന് ഓഫർ ഉണ്ടാവും. അപ്പോൾ ഏത് പരിപ്പാണോ ഓഫറുള്ളത് അത് വാങ്ങും, എന്നിട്ടാണ് മിക്സ് ആക്കും കേട്ടോ. അപ്പോൾ ഇത് വെന്ത് കയറുന്ന സമയത്ത് മഞ്ഞ കളറായിട്ട് തന്നെ വെന്ത് വരുന്നത്. അപ്പം ഇനി ഇതിനെന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ രണ്ടും മേടിക്കലുണ്ട്. പിന്നെ ഇത് നമ്മൾ പായസത്തിന് അതേമാതിരി തന്നെ പിന്നെ ഇപ്പോൾ ഇതുകൊണ്ട് സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കുമല്ലോ, എന്താ അപ്പോൾ എൻ്റെ പേര് കിട്ടില്ല. ഈ അണ്ണന്മാരെ രാവിലത്തെ ഒരു ചോറ് പൊങ്കൽ, പൊങ്കൽ ഉണ്ടാക്കണ പരിപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാൻ അധികം ഇതുകൊണ്ടാണ് കേട്ടോ സാമ്പാർ വെക്കൽ. നല്ല രസം. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ സാമ്പാർ ഉണ്ടാക്കൂലേ, അപ്പോൾ ആ സാമ്പാറൊക്കെ ഞാൻ ഇതുകൊണ്ടാണ് ഉണ്ടാക്കൽ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതും എന്ത് ചെയ്യലുണ്ട്, ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് വാങ്ങിങ്ങാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതിൽക്ക് വല്ല പുഴുവൊക്കെ വരാതിരിക്കാൻ ഒരു ഗ്രാമ്പു ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഞാൻ നല്ലൊരു പോട്ട് വാങ്ങിയിട്ടുണ്ട്, നമ്മളെ മൺചട്ടി. അതിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, 20 റിയാൽ. എനിക്ക് മൺചട്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പം മേടിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മൺചട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട്. അതപ്പോൾ ഇനി അത് ക്ലീനാക്കി എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാലുവേദന ഒക്കെ ഉണ്ടായ സമയത്ത് ഇനി പൊക്കപ്പാടെ നടക്കുമെന്നും അറിയില്ല. എന്നാലും ഞാൻ എന്ത് ചെയ്യും, ഒഴിവിനനുസരിച്ച് ഞാനത് എന്ത് ചെയ്യും, ക്ലീനാക്കി എടുക്കും. ഇതാണ് കേട്ടോ മൺചട്ടി. ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് എനിക്ക് ഈ മൺചട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ മൺചട്ടീൻ്റെ. അപ്പോൾ വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ വാങ്ങി തന്നതാണ്. ഇനിയിപ്പോൾ നല്ല നീറ്റൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി സംഭവമാണ്. അപ്പോൾ അതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ചിട്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ ബൈ.